അയർലൻഡിനെ കുറിച്ച് നാട്ടിലൊക്കെ എപ്പോഴും ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണ്. എപ്പോഴും നാട്ടിലെവിടെ ഒരു നേഴ്സ് ഉണ്ടെങ്കിലും അയർലൻഡിലെ നേഴ്സാ, അയർലൻഡ് നേഴ്സാ, അയർലൻഡ് നേഴ്സാ, എല്ലാവരും പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്നൊരു പ്രോഗ്രാമിനായിട്ട് അയർലൻഡിലേക്ക് വന്നപ്പോൾ നാട്ടിലേക്ക് തന്നെയാണ് വന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കേരളമായിട്ടൊരു മാറ്റമില്ല. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നതേ ഉള്ളൂ. നാട്ടിലും മുണ്ടും ലുങ്കിയൊക്കെ എടുത്ത് കിടക്കുന്നതിന് വരെ ഇവിടെ കോട്ടൊക്കെ ഇട്ട് നടക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത്രയും മലയാളി ക്രൗഡാണ്. മലയാളം കേരളത്തിനടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും. ഞാൻ എയർപോർട്ടിൽ എമിഗ്രേഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് ഓ സോ യു സ്പീക്ക് മലയാളം എന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ പുള്ളിയുടെ ഫ്രണ്ട് ഈ പ്രോഗ്രാമിന് വരുന്നുണ്ട്, അപ്പോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അറിയാം, ഓക്കെ ഇന്ത്യ എന്നുള്ള രീതിയിലല്ലോ കേരള മലയാളി എന്നൊക്കെ ഉള്ള ഒരു ഐഡന്റിറ്റി അവിടെ നിന്ന് തന്നെ. ഓക്കെ വാവ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങള് ഒരു സ്ഥലത്ത് മിസൻ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവായിരുന്നു. അപ്പൊ അവിടെ മഴയൊക്കെ പെയ്ത് ആകെ പ്രശ്നമായി, ആകെ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് കണ്ടു. അപ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഇങ്ങനെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ എന്താണ്, അപ്പോൾ അവിടുത്തെ ഗാർഡ് നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു, ഇത് എന്ത് സിനിമയാ, ഏത് ലാംഗ്വേജാ, ആരാ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ അവിടെ ഗാർഡായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഫീച്ചർ ഫിലിമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ, ടൂറിസ്റ്റ് ആണോ, ടൂറിന് വന്നാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കേരള എന്ന് പറഞ്ഞു. ഓ കേരള, പുള്ളി അവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിന്ന് അവിടെ വന്നിട്ട് അവിടെ എന്ത് കാണാനാണ് ഞാൻ. പുള്ളി അവിടെ വന്നിട്ടുണ്ട്, കേരളയ്ക്ക് അറിയാം, ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട്, തമിഴ്നാട് പോയി, രാജസ്ഥാനിലൊക്കെ കറങ്ങി. അപ്പൊ ഭയങ്കര സ്നേഹത്തോടെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഞാനും അവിടെ സിനിമയിലാ, ഷൂട്ടിംഗ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഗൂഗിൾ കിടന്ന് കാണിച്ചു കൊടുത്തു, എന്റെ പേര് ഓൺലൈനിലൊക്കെ നോക്കിയാൽ കിട്ടും. അപ്പൊ പുള്ളി വാച്ച് എന്നൊക്കെ പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൊക്കെ പുള്ളി നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളവും മലയാളികളും ഇവിടെ വന്നിട്ട് വേർപെടുത്താൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ഒരു മാറ്റമില്ല. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡബ്ലിന്ന് പോർട്ട് ലീഷിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കാറിൽ കയറിയപ്പോൾ തന്നെ ആ ചേട്ടന്റെ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി ഓണായി. അപ്പൊ തന്നെ മാരാമൺ കൺവെൻഷനിലെ എന്ത് അതിശയമേ പാട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ആ പച്ചപ്പി കൂടെ ഇങ്ങനെ ചെമ്മരിയാടിനെ കണ്ടോണ്ട് എന്ത് അതിശയമേ. മലയാളി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ. മലയാളി ഒന്നും മലയാളി തന്നെയാണ്, ഒരു മാറ്റമില്ല. അതിനിട്ട് ഇന്നലെ പോർട്ടലീഷന്ന് മറ്റേ മിസൻ ഹെഡിലേക്ക് കൊണ്ടുപോകാൻ വന്ന ചേട്ടൻ വണ്ടി ഓണാക്കിയപ്പോ തന്നെ തമിഴ് അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് ആദ്യം തന്നെ വന്നത്. അവിടെ കോസ്റ്റൽ ഏരിയ കൂടെ അതും കേട്ടോണ്ടാണ് കുറച്ച്. അപ്പൊ ഇത് മലയാളിത്തം നമുക്ക് വിട്ടു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇവിടെ ഫിഷിങ്ങിനൊക്കെ പോകും. അപ്പൊ എന്റെ മനസ്സിൽ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫിഷിങ്, അതിന് എന്റെ മനസ്സിൽ ഇമേജ് അങ്ങനെയായിരുന്നു. പക്ഷെ ചേട്ടൻ പറയുന്നത് ഫിഷിങ് നമ്മൾ പോകുന്നു, നല്ല ഉഗ്രൻ അയില കിട്ടും, പൊരിച്ച് കഴിച്ചാൽ സൂപ്പറാണ്. ഓ യാ, ഇവിടെ വന്ന് അയില പിടിക്കുകയാണ്. ഓക്കെ. പിന്നെ നല്ല 4-5 കിലോ വലിപ്പമുള്ള സാൽമൺ കിട്ടും, നല്ല നെയ്യുള്ളത്. അത് നല്ല കുടംപുളി എടുത്ത് കറി വെച്ചാ സൂപ്പറാ. എന്റെ മനസ്സിലെ സാൽമൺ ഇങ്ങനെ അല്ല. എന്റെ മനസ്സിലെ സാൽമൺ മറ്റേ ഗ്രിൽഡ്, മറ്റേ അതാണ് സാൽമൺ. സാൽമൺ പോലെ ഇവിടെ മലയാളി നമ്മുടേതായ രീതിയിലേക്ക് മാറ്റി നമ്മളെ പോലെ കറിയൊക്കെ വെച്ച്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടൊരു കോണ്ടിനെന്റൽ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ നല്ല ഐറിഷ് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ചേട്ടൻ ഇല്ല, ഞാൻ വല്ല എരിവും പുളിയൊക്കെ അല്ല ചൈനീസും കഴിച്ചോളാം, അപ്പുറത്തെങ്ങാനും മാറിയിട്ട് എനിക്ക് ഈ കഞ്ഞിയും പയറൊന്നും ഇല്ലാതെ പറ്റൂല, നമുക്ക് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികൾക്ക് എന്നും ഇവിടെ വന്നാലും എവിടെ പോയാലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് എവിടെ പോയാലും ഈ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജോക്സ് അപ്പാർട്ട്, ഇത്രയും ദൂരത്ത് ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ എസ്പെഷ്യലി ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിനെ എന്താ പറയുക മാറ്റിമറിച്ച ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് മലയാളികൾ. അത് ലോകം മുഴുവൻ പോപ്പുലറായി ഫേമസ് ആയി എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുത്തെ അത് തീർച്ചയായും കോവിഡിന്റെ സമയത്തൊക്കെ അത് ഏറ്റവും കൂടുതൽ എല്ലാവരും എന്താ പറയുക പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ചെറിയൊരു കാര്യമല്ല. സാധാരണ നമ്മൾ എവിടെ പോയാലും പറയിപ്പിക്കാറാണ് പതിവ്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു എമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നോക്കട്ടെ, നമ്മൾ എത്ര വലിയ വിസയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ചു നേരമൊക്കെ പിടിച്ചു നിർത്തി ഒന്ന് നോക്കി ഇവിടുന്ന് ചാടി പോകാനാണോ വന്നിരിക്കുന്നത്, ഇവന് വീട്ടിൽ വരുമാനം ഉണ്ടോ,
ഇവന്റെ വീട് ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇവൻ ഇവിടെ വല്ല ജോലി എന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് അങ്ങനെ ടൂറിസ്റ്റ് വിസ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വേറെ വല്ല പരിപാടിക്കും വന്ന ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എപ്പോഴും, പല സ്ഥലത്തും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ. പക്ഷെ എന്താ പറയാ, നമ്മൾ കൂടുതലും നമ്മൾ കുറെ കൂടെയൊക്കെ എന്താ പറയാ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവര് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയും അവരെ നമ്മളുമായിട്ട് ഇടപഴകുന്നതും നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന സപ്പോർട്ടും ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നാടിനെ ഒരിക്കലും പറയിപ്പിക്കാത്ത രീതിയിൽ